അടിക്ക് തിരിച്ചടി. ഇത്തവണ തിരിച്ചടി വളരെ വലുതായിപ്പോയി. വാട്ടർ ബോംബാണ് ഇത്തവണ ഇന്ത്യയുടെ വക പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന സമ്മാനം. പക്ഷെ അതിലൊരു സംശയമുണ്ട്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ റദ്ദാക്കാൻ കഴിയില്ല എന്ന് സാറ് തന്നെ കുറച്ചു മുന്നേ പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അതിന് സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയത് 1960 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. സാധാരണ ഇന്ത്യ ഭരിച്ചിരുന്ന നെഹ്റുവിൻ്റെ ഒരു ഗുണമുണ്ട്. എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നതിന് നമ്മൾ നെഹ്റുവിന് വിചാരിച്ചാൽ മതി. കാരണം നെഹ്റു കാണിച്ചിരിക്കുന്ന മിക്കവരും എല്ലാം വിഡ്ഢിത്തരങ്ങളാണ്. പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധം വന്ന സമയത്ത് 1947-48 സമയത്ത് യുദ്ധസമയത്ത് UN ഇടപെടിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അതേ മണ്ടത്തരം തന്നെ അദ്ദേഹം 1960 കാണിച്ചിട്ടുണ്ട്. 1960 പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയ സമയത്ത് വേൾഡ് ബാങ്കിന് ഇടപെടിച്ചു ഇതിനകത്ത്. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കരാർ റദ്ദാക്കാൻ വേണ്ടി സാധ്യമല്ല, പക്ഷേ കരാർ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം നിലവിലിരിക്കുന്ന കരാർ സസ്പെൻഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് വെള്ളം കൊടുക്കുന്നത് നിർത്തിവെക്കുന്നു. അന്ന് നെഹ്റു ചെയ്ത മഹാദ്രോഹത്തിൻ്റെ ലക്ഷണം പറഞ്ഞാൽ ഈ സിന്ധു നദി ഒഴുകുന്ന ഹിമാലയ സാനുക്കളിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് എല്ലാ നദികളും പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുക്ക് വെള്ളത്തിൻ്റെ 70% പാകിസ്ഥാന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഈ സാധനം വേണമെങ്കിൽ നമ്മുടെ രാജസ്ഥാനിലേക്ക് വേണ്ടി വിടാമായിരുന്നു ഒരു ഭാഗം. അങ്ങനെ ചെയ്തില്ലല്ലോ. രാജസ്ഥാൻ്റെ കൃഷി ഭൂയിഷ്ഠമായിരിക്കുന്ന ഭൂമിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അദ്ദേഹം ചെയ്തത് പാകിസ്ഥാൻ്റെ ഭാഗമായിരിക്കുന്ന പഞ്ചാബിലേക്ക് അതിൻ്റെ നീരുറവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് സിന്ധു നദിയെ പ്രവേശിപ്പിച്ചുകൊണ്ട് ആ ജലം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുടിവെള്ളമായിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് നെഹ്റുവാണ്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തത്, ഇപ്പോൾ ചില ആൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ ചോദിക്കും. എങ്ങനെ സർജിക്കൽ സ്ട്രൈക്ക് എങ്ങനെ 2 പ്രാവശ്യം ചെയ്യുക? എനിക്കറിയില്ല. അതിപ്പോൾ നമ്മുടെ ചില ഉദ്യോഗസ്ഥന്മാർ ചില സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുന്ന മാതിരിയാണ്. കാരണം ഇന്ന് കാലത്ത് റെയ്ഡ് ചെയ്യുന്നു, നാളെ പെട്ടെന്ന് കയറിയിട്ട് റെയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറയും. നമ്മൾ ഈ കേരളത്തിൽ ചില മന്ത്രിമാരൊക്കെ KSRTC ബസ്സിൽ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ ഇല്ലേ, എന്നുവെച്ച് ഞങ്ങളിപ്പോൾ പോയിട്ട് അവിടെ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ്. ഈ മന്ത്രി എന്ത് തേങ്ങാക്കൊല ചെയ്യുന്നത്? കാരണം ആൾക്കറിയില്ലേ, മന്ത്രി കണ്ട ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെയുള്ള മന്ത്രി ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ ടിക്കറ്റ് എടുക്കാതിരിക്കുക? എല്ലാവരും ടിക്കറ്റ് കൊടുക്കും, ഏത് കണ്ടക്ടറും കൊടുക്കും. ഇത്തരം ചില അബദ്ധങ്ങൾ തന്നെയാണ്. സർജിക്കൽ സ്ട്രൈക്ക് ഒരിക്കലും രണ്ടാമത് ചെയ്യാൻ സാധ്യമല്ല. ഒരു പ്രാവശ്യം ചെയ്തൊരു സംഗതികൾ ഒരു സർക്കാരും ഒരു സ്ഥലത്തും രണ്ടാമത് ചെയ്യാറില്ല. അതിപ്പോൾ ഇസ്രായേലടക്കം നമ്മൾ നോക്കിയറിയാം, ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അമേരിക്ക അണുബോംബ് വർഷിച്ചു, വീണ്ടും അണുബോംബ് ഇടുമെന്നൊക്കെ ചോദിച്ചാൽ അണുബോംബ് ഇടില്ല. അപ്പം കാരണം ഒരു സംഗതി ഒരു രാജ്യത്തേക്ക് ഒരു പ്രാവശ്യം ചെയ്ത ആള് അതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാൽ നാടിനെ ആക്രമിക്കില്ല, തിരിച്ച് അടിക്കില്ല. കാരണം ഇപ്പം ഇത് ചെയ്ത് ഇവിടെ കാശ്മീരിൽ നിന്നിപ്പോൾ ചെയ്തിട്ടുള്ളത് മഹാഭാവമാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതിനകത്ത് പാകിസ്ഥാന് വലിയ പങ്കുണ്ടെന്നുള്ള ഒരു സംശയമില്ല. പാകിസ്ഥാന്റെ കരസേനാ മേധാവിക്ക് ഇതിനകത്ത് പങ്കുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഈ പങ്കുണ്ടെങ്കിൽ പോലും അതിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ഒരിക്കലും അത് ഒരു വികാരത്തിൻ്റെ തള്ളിച്ചിലെടുക്കുന്ന തീരുമാനങ്ങളല്ല. കൃത്യമായിട്ട് ആസൂത്രിതമായിട്ടുള്ള പരിപാടിയാണത്. ഈ ആസൂത്രിതമായിട്ടുള്ള പരിപാടി ഇപ്പം നമ്മൾ തന്നെ വേറൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ പുറത്താക്കുന്നു, അവിടെ നിന്നുള്ള ആളുകൾ തിരിച്ച് വിഡ്രോ ചെയ്യുന്നു. അത് ആകെയുള്ള 55 പേരിൽ 30 പേരെ മാത്രമാണ്. എന്ന് വെച്ചാൽ 25 പേരെയും നിലനിർത്തിക്കൊണ്ട് നാളൊരു ചർച്ചയ്ക്ക് വഴിയിട്ടുകൊണ്ട് അതേ സമയത്ത് ശക്തമായിട്ടുള്ള സർക്കാരിൻ്റെ നടപടികൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നദീജല കരാറിനെ സംബന്ധിച്ചും. ഈ നദീജല കരാർ 1960 സെപ്റ്റംബർ മാസത്തിൽ ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാണിച്ച അബദ്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കൊടുക്കേണ്ടി വന്നത്. ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ താൽക്കാലികമായിട്ട് വെള്ളം നിയന്ത്രിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമുള്ളത്. പഞ്ചാബാണ് അവർ ഏറ്റവും വലിയ കൃഷിഭൂമി, അവിടെയാണ്. നമ്മുടെ നല്ല കൃഷിഭൂമി പഞ്ചാബിലാണ് കേട്ടോ. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളുടെ കൃഷിഭൂമിയുള്ളത്. നമ്മളുടെ കൃഷിഭൂമിയിലേക്ക് വെള്ളം കിട്ടും. പഞ്ചാബിലെ ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന പഞ്ചാബിലെ കർഷകന് ഇതിന് ഗുണം കിട്ടാൻ വേണ്ടി പോവാണ്. ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഹരിയാനയിലെ കർഷകന് ഇതിന് ഗുണം കിട്ടാൻ വേണ്ടി പോവാണ്. അവിടെ രാജസ്ഥാനിലുള്ള ആളുകൾക്ക് ഇതിന് ഗുണം കിട്ടാൻ വേണ്ടി പോവാണ്. ഒരുപക്ഷെ ഈ പറയുന്ന താൽക്കാലിക മരവിപ്പിക്കല് 2 മാസം 3 മാസം 6 മാസം വരെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ കേന്ദ്ര സർക്കാരിന് റദ്ദാക്കാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെ റദ്ദാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വേൾഡ് ബാങ്കിന്റെ കൂടി അനുവാദം വേണം. ആ തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ
അതിശക്തമായ നടപടിയാണ് ശരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ താൽക്കാലികമായിട്ട് വെള്ളം കൊടുക്കാതിരുന്നാല് അവരുടെ കൃഷിഭൂമികൾ മാത്രമല്ല നഷ്ടപ്പെടുക, അവരെ കുടിവെള്ളമാണ് നഷ്ടപ്പെടുക. അവിടെ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ സ്ഥലത്തുള്ള കുടിവെള്ളത്തിനാണ് തടസ്സം വരിക. കുടിവെള്ളം കിട്ടില്ല. സ്വതവേ ഇന്ന് ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. ഈ പറയുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയ്ക്ക് കുടിവെള്ളം പോലും കിട്ടാതിരുന്നാൽ, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയാണല്ലോ ഇവർ തീവ്രവാദികളായിട്ട് ഉപയോഗിക്കുക, അവരെയാണല്ലോ ചാവേറുകളായിട്ട് വിടുക. കാരണം അവർക്ക് കുറെ പണം കിട്ടുന്നുണ്ട്. ഈ പണം വാങ്ങിച്ചുകൊണ്ട് അവരെല്ലാം ചാവേറുകളായിട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് അവർ എത്തിച്ചേരുന്നതിന്റെ കാരണം പ്രധാനമായിട്ട് പണത്തോടുള്ള ആർത്തി കൊണ്ടാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളായിരിക്കുന്ന മുസ്ലിങ്ങളെയാണ് ഈ പറയുന്ന മാടമ്പികളായിരിക്കുന്ന സവർണ മുസ്ലിങ്ങള്. നമ്മുടെ തങ്ങൾമാർക്ക് പങ്കുണ്ട് ഇക്കാര്യത്തില്, നമ്മുടെ കോയമാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്, നമ്മുടെ റാവുത്തർമാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഈ പറയുന്ന മേലാളന്മാരായിരിക്കുന്ന ആളുകള് സ്വന്തമായിട്ടൊന്നും ചെയ്യാതെ കണ്ട് സാധാരണക്കാരനെ ഹിന്ദുവിനെതിരായിട്ട് ഇവര് തിരിച്ചുവിടുകയാണ്. നമുക്കറിയാലോ ഇവര് നടത്തിയിട്ടുള്ള അവിടുത്തെ ഉള്ള കാശ്മീരിലെ അക്രമത്തിന്റെ സ്വഭാവം എന്താണ്? മതം ചോദിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിവിടെ മരിച്ചല്ലേ രാമേന്ദ്രന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം പോയിരുന്നു, ഇന്നലെ പോയിരുന്നു. ആ മരിച്ച രാമേന്ദ്രന്റെ വണ്ടി ഓടിച്ച് ഡ്രൈവറെ കൊലപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? അയാൾ മുസ്ലിമാ. മുസ്ലിമായിട്ടുള്ള ആളോട് എന്താ ഒരു കലീം, എന്ത് സ്ഥാനത്തിന്റെ പേരുണ്ട്, ഈ പറയുന്ന ഭീകരമായിട്ടുള്ള മന്ത്രം, ഞാൻ അതിന് ഭീകരമന്ത്രം എന്ന് അതിന് വിളിക്കുക. ഈ ഭീകരമന്ത്രം അയാളെ കൊണ്ട് ജ്വലിക്കുന്നു, അതിനുശേഷം അയാളെ വെറുതെ വിടുന്നു. അല്ലാത്ത സംശയമുള്ള ആളുകളുടെ അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ചിട്ടുണ്ട് ഇവര്. ഇത് ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു സാമുദായിക കലഹമാണ് അവർ ആഗ്രഹിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ ഹിന്ദുക്കൾ പ്രതികരിക്കണം. ഹിന്ദുക്കൾ അങ്ങനെ പ്രതികരിക്കുന്നില്ലല്ലോ. പക്ഷേ ചില സമയത്ത് ഹിന്ദുക്കള് നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തയ്യാറാവും. അങ്ങനെ പ്രതികരിച്ചതാണ് 2002 അവിടെ ഗുജറാത്തി കലാപത്തിന് മുമ്പ് 250ഓളം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 947 തുടങ്ങിയിട്ട്. ഇവിടെ നമുക്കറിയാലോ കേരളത്തില് മാപ്പിള ലഹളയ്ക്ക് മുമ്പായിട്ട് കേരളത്തില് 100-ലധികം വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്ന, അവിടെ ഗുജറാത്തിലേക്ക് നിരന്തരമായിട്ട് ഹിന്ദുക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു. അവസാനം ഗതികെട്ട സമയത്താണ് 2002 ഹിന്ദുക്കൾ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചത്, ആ കർസേവകന്മാരെ കൊന്ന സമയത്ത്. ഇങ്ങനെ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുന്നത് ഇവരുടെ നടപടികളാണ്. ഈ നടപടികൾ തന്നെയായിരുന്നു അവർ കാശ്മീരിലും കാണിച്ചത്. ആ കാശ്മീരിൽ അവർ കാണിച്ചപ്പോൾ കാശ്മീരുകാർ വിളിച്ച് പറഞ്ഞൊരു സങ്കടമുണ്ട്. ഞങ്ങളെയാണ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് കാശ്മീരികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞത്. ഇവർ കൊലപ്പെടുത്തിയത് ഞങ്ങളെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇവർ കൊലപ്പെടുത്തിയത് സഞ്ചാരികളെയാണ്. കാശ്മീരിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്ന സഞ്ചാരികളെ കൊലപ്പെടുത്തിയതോടുകൂടിയിട്ട് കാശ്മീരിന്റെ ടൂറിസം മാപ്പിൽ നിന്ന് കാശ്മീരിനെ അപ്രത്യക്ഷമാക്കാനുള്ള പരിശ്രമമാണ്. ഇവിടെ പാകിസ്ഥാന്റെ ശ്രമമാണ് ഇതെന്ന് പറയുവാനുള്ള മുഖ്യ കാരണം ഇവിടെയുള്ള സാധാരണ കാശ്മീരിയുടെ, ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിന്റെ പോലും കഞ്ഞുകൂടി പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണ്? ടൂറിസമാണ്. ആ ടൂറിസം ഇല്ലായ്മ ചെയ്യാനുള്ള പരിശ്രമമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത്. അതിനാണ് അവർ ചാവേറുകളെ അയച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ചാവേറുകൾ അവർക്ക് അതിനകത്ത് കിട്ടി. ഈ ചാവേറുകൾ മതം നോക്കുന്ന ചാവേറുകളാണ്. കാര്യം നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ചാവേറുകളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ ആരാന്ന് ചോദിച്ചാല് സാധാരണ മുസ്ലിങ്ങളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ കോൺഗ്രസ്സുകാരായിരിക്കുന്ന മുസ്ലിങ്ങള് അതിൽ തീവ്രവാദികളല്ലാത്തവർ എത്ര പേരെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഒന്ന് വേണമെങ്കിൽ പറയാലോ, ഖിലാഫത്ത് നടത്തിയിട്ടുള്ള 1921 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആസൂത്രകൻ എന്ന് പറയുന്നാൽ അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഷൗക്കത്ത് അലിയാണ് ആദ്യ തീവ്രവാദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഹിന്ദുക്കളെ വഞ്ചിച്ച മത തീവ്രവാദികളായിരിക്കുന്ന 2 പേരാണ് ഷൗക്കത്ത് അലിയും അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് അലിയും. അവര് 2 പേരുമാണ് മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഇവർ 2 പേര് സുന്നികളായിരുന്നു. ഇവർക്ക് മുഹമ്മദ് അലി ജിന്നയായിട്ടുള്ള ശത്രുത എന്താണ്? മുഹമ്മദ് അലി ജിന്ന ഷിയ വംശജനാണ്. ഷിയാക്കൾ ഇവരുടെ ജാതിപരമായിരിക്കുന്ന ഇവരുടെ മതത്തിനകത്തുള്ള ആന്തരിക പ്രശ്നങ്ങളെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള സങ്കല്പമാക്കിയിട്ട് മാറ്റിയെടുത്തത്, പ്രയോഗത്തിൽ വരുത്തിയത് അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗലാന ഷൗക്കത്ത് അലിയുടെ പ്രവർത്തനമാണ്.
ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൗലാന മുഹമ്മദ് അലിയുടെ പ്രവർത്തനമാണ്, രാജ്യദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ്റെ രാജ്യദ്രോഹത്തിന് 2 കൊല്ലത്തെ 5 കൊല്ലത്തെ പാരമ്പര്യമൊന്നുമല്ല, ഇതിന് ഏകദേശം ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം ഇതിനെ സംബന്ധിച്ചുണ്ട്. ഷൗക്കത്ത് അലി, ആലി സഹോദരന്മാര് എന്നൊക്കെ പറഞ്ഞ് ഇവർ വീമ്പിളക്കുന്ന രാജ്യദ്രോഹികളായിരിക്കുന്ന ആളുകൾ, അവരാണ് പാകിസ്ഥാൻ ഉണ്ടാക്കാനായിട്ട് മുഹമ്മദ് അലി ജിന്നയെ എതിർത്തുകൊണ്ട് പ്രേരിപ്പിച്ചത് ഈ ആലി സഹോദരന്മാരാണ്. ഇതിന്റെ ചരിത്രമുണ്ടല്ലോ. ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി, ആ തിരിച്ചടിയാണ് ഈ നദീജല കരാറിന്റെ റദ്ദാക്കലിലൂടെ സംഭവിക്കുന്നത്. ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നു പാകിസ്ഥാനില്. ഞാൻ അതിൽ ആനന്ദിച്ചുകൊണ്ട് പറയല്ല, ഇവിടെ തീവ്രവാദികളായിരിക്കുന്ന ആളുകളെ വളർത്തിയെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ പറയുന്ന തീവ്രവാദം ഒരിക്കലും നിങ്ങൾക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തീവ്രവാദത്തിൽ നിന്ന് പിന്തിരിയണം. നിങ്ങളിലുള്ള ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തീവ്രവാദ ബന്ധങ്ങളുള്ള ആളുകളാണ്. അതിനെ സംബന്ധിച്ചാണ് അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമുള്ളത്. അവിടെയാണ് നദീജല കരാറിന്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള വശം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.